നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടാക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 2-ലെ സാഫ് സഫായി മേ അവൽ ഗാവ്, ശുചിത്വത്തിൽ ഒന്നാമത്തെ ഗ്രാമം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠം എഴുതിയത് ഗാലിബ് കലീമാണ്. ഗാലിബ് കലീം കാ ജന്മ ബീഹാർ മേ ഹുവ. ഗാലിബ് കലീം ജനിച്ചത് ബീഹാറിലാണ്. ഉൻഹെ ഘൂംനെ ഫിർനെ കാ ഷൗക്ക് ബച്പൻ സേ ഹി ഥാ. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ മറ്റുള്ളിടത്തൊക്കെ ചുറ്റി സഞ്ചരിക്കാൻ, അതായത് യാത്ര ചെയ്യാൻ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഗാലിബ് കലീം. उनका मानना है कि जो चीज़ें हम किताबों में पढ़ते हैं, घूमने के दौरान अपनी आंखों के सामने उन्हें देखना एक अलग अनुभव होता है. അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്ത് കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ പുസ്തകങ്ങളിൽ നിന്നും വായിക്കുന്നത്, അത് യാത്ര ചെയ്ത് അത് കൺമുമ്പിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയാണെങ്കിൽ എക്ക് അലഗ് അനുഭവം ഹോത്താ ഹെ, ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്കുണ്ടാകുന്നതെന്നാണ്. वे सिर्फ खूबसूरत नज़ारे ही नहीं देखते, बल्कि वहाँ के लोग, उनकी कला, संस्कृति और खान पान को भी नज़दीक से देखने और समझते हैं. അദ്ദേഹം അവിടുത്തെ സൗന്ദര്യം മാത്രമല്ല കാണുന്നത്, അവിടെയുള്ള ആളുകളുടെ കല, സംസ്കൃതി, സംസ്കാരം ഓർ ഖാൻ പാൻ, അവിടുത്തെ ആഹാരം, ഭക്ഷണ രീതികൾ, നസ്ദീക് സെ ദേഖത്തെ ഓർ അടുത്ത് നിന്ന് കാണുകയും ഓർ സംജിത്തെ ഓർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉൻകി രചനായി, അദ്ദേഹത്തിൻ്റെ രചനകൾ അക്സർ ബാൽ പത്രികാവുമേ പ്രകാശിത് ഹോത്തി ഹെ, മിക്കവാറും ബാലമാസികളിലേക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട്. एशिया का सबसे साफ सुथरे गाँव മാവലിനോക് മേഘാലയ में है. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മാവലിനോക് മേഘാലയത്തിലാണ്. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. 2003-ൽ ഈ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഒരു രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. इस गाँव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൃത്തിയാക്കൽ, സാഫ് സഫായി, ഇവിടുത്തെ വൃത്തിയാക്കലും വൃത്തിയാക്കലും ഗ്രാമവാസികൾ കുതുഹി കർത്തേ, സ്വയം തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ ഹം കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. വൃത്തിയാക്കലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ യാതൊരു തരത്തിലുള്ള ഭരണകൂടത്തെയും ഭരണാധികാരികളെയും നിർഭർ നഹി ഹെ, ആശ്രയിക്കാറില്ല. इस छोटे से गाँव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് മുഴുവനായിട്ടും നിരോധിച്ചിട്ടുണ്ട്. पूरे गाँव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. ഈ ഗ്രാമത്തിൽ ജഗ പല സ്ഥലങ്ങളിലായിട്ട് ബാംസ് സെ ബനെ, മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ലഗായ ഗയെ, ഡസ്റ്റ്ബിൻ നിർമ്മിച്ചിട്ടുണ്ട്. महिला, पुरुष और बच्चे समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फौरन सफाई में लग जाते. महिला, സ്ത്രീ, പുരുഷൻ और बच्चे, കുട്ടികൾ, സമേത് കിസി ബി ഗാവ് വാലെ, അവരടങ്ങിയ ഗ്രാമവാസികൾ, അഗർ കഹീം ഗന്ദഗി നസർ ആത്തി ഹേ തോ, എവിടെയെങ്കിലും ഒരു മാലിന്യം കാണുകയാണെങ്കിൽ, തോ വേ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹേ, അവർ പെട്ടെന്ന് തന്നെ സഫായി മേ ലഗ് ജാത്തെ, അത് വൃത്തിയാക്കുന്നു. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लग सकते हो. അതായത് വൃത്തിയെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു ജാഗരൂകത ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഗർ സടക്ക് പർ ചലത്തെ ഹുയെ, റോഡിലൂടെ നടക്കുകയാണെങ്കിൽ, ഉൻഹേം കഹീം ബി കച്ചറ നസർ ആയേത്തോ, അവർ എവിടെയെങ്കിലും ഒരു വൃത്തികേടായത്, അത് ചപ്പ് ചവറോ കാണുകയാണെങ്കിൽ, വേ പെഹലെ കച്ചറേക്കോ, അവർ ആദ്യം തന്നെ ആ ചപ്പ് ചവറുകളെ ഡസ്റ്റ്ബിൻ ഡാൽത്തേ ഹേ, ഡസ്റ്റ്ബിനിൽ ഇടുന്നു. ഫിർ ആകെ ബഡ്ത്തെ ഹെ, എന്നിട്ടാണ് അവർ മുന്നോട്ട് പോകാറ്.
എഹാം ലോഗ് അപ്പനെ ഘർ സെ നിക്കൽനെ വാലെ ഇവിടുത്തെ ആളുകൾ അവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന കൂടെ കച്ചറെ കോപ്പി ചപ്പുചവറുകളെ ഡസ്റ്റ്ബിന്നുമേ ജമാ കർത്തെ ഹെ ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കുന്നു. ഓർ ഫിർ ഉസെ ഏക് ജഗഹ് ഇക്കട്ടാ കർ പിന്നീട് അവർ അത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ഗേറ്റി കേളിയെ കൃഷിക്ക് വേണ്ടിയിട്ട് ഖാദ് കി തരഹ് ഇസ്തമാൽ കർത്തെ ഹെ വളമായിട്ട് ഉപയോഗിക്കുന്നു. ऐसा कहा जाता है कि 130 साल पहले इस गांव को हेजे की बीमारी ने पूरी तरह से ചകട് ലിയാദ. ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ എന്ന രോഗം പിടിപെട്ടിരുന്നു. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. മെഡിക്കൽ സൗകര്യം ഇല്ലാത്തത് കാരണം ഈ രോഗത്തിൽ നിന്നും മോചിതരാകാൻ ഒരേ ഒരു മാർഗം ഇതായിരുന്നു സഫായി കർണ വൃത്തിയാക്കുക. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നത് ഗാവ് കെ ലോഗോം ക മാന്ന ഹേക്കി അവർ മനസ്സിലാക്കുന്നത് ഹമാരെ പൂർവജോനെ കഹാത പൂർവിജക് എന്ന് പറഞ്ഞാൽ പൂർവികർ മുതുമുത്തശ്ശൻ അങ്ങനെയുള്ളവരെയാണ് പൂർവജോ എന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുള്ളത് തും സഫായിക്ക് ജരീഹി ഖുദ്കോ ബച്ചാ സക്തി ഹോ നിങ്ങൾക്ക് വൃത്തിയിലൂടെ മാത്രമേ സ്വയം രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിർ ചാഹെ വഹ് ഖാനഹോ അതിനുശേഷം അവർ ഖാനഹോ ഭക്ഷണമായിക്കോട്ടെ, ഗർഹോ വീടായിക്കോട്ടെ, ജമീൻ ഹോ ഭൂമി ആയിക്കോട്ടെ, ഗാവ് ഹോ യാ ഫിർ അപ്നാ ശരീർ ഹി ക്യൂം ന ഹോ ഗ്രാമമാവട്ടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ശരീരം തന്നെ ആയിക്കോട്ടെ, സഫായി ജരൂരി ഹെ ശുചിത്വം നിർബന്ധമാണ്, അതായത് വൃത്തി അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠം. ഈ പാഠഭാഗത്തുനിന്ന് വരുന്ന ആക്ടിവിറ്റീസൊക്കെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.